ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ വിറകടുപ്പിലാണ് ഇന്നത്തെ പാചകം. അപ്പോൾ അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നേരെ ഓടി പച്ചമുളകും കറിവേപ്പിലയും പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നല്ലോണം എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3-4 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യട്ടെ. നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇത് അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ കറി വെന്ത് വരുമ്പോഴേക്കും അത് എന്തായാലും വെന്ത് ഉടഞ്ഞോളും. ചെറിയുള്ളി നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ നമുക്കൊരു 2 ചെറിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ടണം ജസ്റ്റ് ഒന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കാം കേട്ടോ. അരിഞ്ഞിട്ടാലും മതി, ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത് ഇത്രയേ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പൊടികൾ നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി പ്യൂരിയാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്നില്ലെങ്കിൽ അരച്ച് ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. അരച്ച് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് അതൊന്ന് പച്ചപ്പ് പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ഒരു 2 മണിക്കൂർ മുമ്പ് ഉപ്പും മഞ്ഞളും മുളകും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേവിക്കുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഏകദേശം ഒരു 1.5 കിലോത്തോളം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുളക് പൊടിയൊക്കെ ഇട്ടുന്നത് ഒരു 2 ടീസ്പൂണാക്കി കൂട്ടാം കേട്ടോ. ഇത് നല്ലോണം ഇളക്കിയിട്ട് വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട, നമ്മളൊന്ന് അടച്ചു മൂടി വയ്ക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അതിൽ തന്നെ ഇത് കുക്കായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ട് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ വെച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. താങ്ക് യു.